ഹലോ മച്ചന്മാരെ, അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ട് നോക്കാൻ പോകുന്ന ഒരു അൾട്രാസോണിക് സ്കെയിലാണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇതിൽ വന്നിട്ട് കമ്പോണൻസ് എന്ന് പറയുന്ന ഒരു അൾട്രാബോർഡും ഒരു അൾട്രാസോണിക് സെൻസറും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ അൾട്രാസോണിക് സെൻസറിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് രണ്ട് സെൻസേഴ്സ് ആണുള്ളത്. ഒന്ന് ട്രാൻസ്മിറ്റിംഗ്, ഒന്ന് റിസീവിങ്. അതായത് ഇതിൻ്റെ അകത്ത് അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ആ ട്രാൻസ്മിറ്റ് ചെയ്ത വേവ്സിനെ റിസീവർ വന്നിട്ട് റിസീവ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒബ്ജക്റ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ വല്ല എന്ത് ഒബ്ജക്റ്റ് ആണെങ്കിലും ആ ഒബ്ജക്റ്റിൽ വന്നിട്ട് ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവ് വന്നിട്ട് ഹിറ്റ് ചെയ്യും. എന്നിട്ട് റിട്ടേൺ ആ വേവിനെ ഈ റിസീവർ വന്നിട്ട് റിസീവ് ചെയ്യും. അങ്ങനെയാണ് അൾട്രാസോണിക് സെൻസർ വർക്ക് ചെയ്യുന്നത്. പ്രോക്സിമിറ്റി സെൻസർ എന്നാണ് പറയുന്നത്. നമ്മുടെ കാറിന്റെ ഒക്കെ ബാക്ക് സൈഡിൽ ഇപ്പോൾ റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് ഹിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് കാറിൻ്റെ അകത്തൊരു ബീപ്പ് സൗണ്ട് കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പം പിന്നെ വന്നിട്ടുള്ളത് അഡ്നോബോർഡാണ്. അഡ്നോബോർഡ് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. കാൽക്കുലേഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ അഡ്നോബോർഡിൻ്റെ അകത്താണ്. എന്താണ് നമ്മൾ ഈ കൊടുത്തേക്കണേ, ഇപ്പൊ നമുക്ക് ഈ കിട്ടുന്ന വേവ്സ് ഉണ്ടല്ലോ, ഈ വേവ്സിനെ നമ്മൾ സെന്റിമീറ്ററിലേക്ക് എല്ലാം കൺവേർട്ട് ചെയ്തിട്ട് പ്രോഗ്രാമിങ്ങിൻ്റെ അകത്തുണ്ട്, അതെല്ലാം പ്രോഗ്രാമിങ്ങിൻ്റെ അകത്തുണ്ട്. ആ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മുടെ മോണിറ്ററിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഒരു അൾട്രാസോണിക് സെൻസറും ഒരു അഡ്നോബോർഡും ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ മോണിറ്ററിൽ നോക്കി കഴിഞ്ഞാൽ കാണാം സെന്റിമീറ്റേഴ്സ് കാണിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കൈ വെക്കുന്നതിനനുസരിച്ച് അവിടെ സെന്റിമീറ്റർ കുറയുകയും കൂടുകയും ചെയ്യുന്നതാണ്. ഞാൻ ഹൈറ്റ് കൂട്ടുന്നതിനനുസരിച്ച് അവിടുത്തെ ലെങ്ത് വ്യത്യാസം വരുന്നതാണ്. സെന്റിമീറ്റേഴ്സിന്